നമസ്കാരം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ്. ഞാൻ ഒരു യൂട്യൂബർ ചാനൽ കൂടിയാണ്, യൂട്യൂബർ കൂടിയാണ്. ഞാൻ ഇങ്ങനെയുള്ള ഇവരുടെ വിഷയങ്ങളൊക്കെ എടുത്ത് യൂട്യൂബ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പഞ്ചായത്ത് ഏതാണ്? ഇത് തൊറ പഞ്ചായത്ത് 2-ാം വാർഡാണ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ മരണപ്പെട്ടു 2025 ഫെബ്രുവരി മാസം 14-ാം തീയതി. പിന്നെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഉണ്ട്. ചേട്ടൻ വിവാഹം കഴിച്ചിട്ട് ചേട്ടൻ്റെ ഭാര്യ വീട്ടിലാണ്. നിങ്ങൾ വിവാഹം കഴിച്ചോ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? ഞാൻ ഈ ജൈവവളത്തിൻ്റെയൊക്കെ ഓർഡർ എടുത്തിട്ട് അതിൻ്റെയൊക്കെ പരിപാടിയാണ്. അതങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഈ വീടുകളിൽ വളത്തിൻ്റെ ഓർഡർ എടുത്ത് അത് ഒരു വിത്തുകളൊക്കെ ആയിട്ടൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി വലിയ ബെനിഫിറ്റുള്ള ഒരു പരിപാടിയല്ല, എന്നാലും നമ്മുടെ ചെലവ് കഴിഞ്ഞു പോകും. സമൂഹമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് നമ്മൾ. അപ്പൊ ഇത് നിങ്ങളിപ്പോ താമസിക്കുന്ന ഇതിപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഷെഡാണ്. അത് പിന്നെ അമ്മയുള്ളപ്പോൾ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ ഒരു ഗ്രാൻഡ് അനുവദിക്കുകയുണ്ടായി. ആ ഗ്രാൻഡിൻ്റെ ഭാഗമായി അടിത്തറ കെട്ടിയിട്ടിരിക്കുന്നതാണ്. നിലവില് പിന്നെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്? ഇപ്പൊ ഈ ഷെഡിനകത്താണ് താമസിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് നിർമ്മിതമാണ്. വാസയോഗ്യമല്ലല്ലോ? ഇതൊരു വാസയോഗ്യമല്ല. അതിനകത്താണ് തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട്. ഇത് പിന്നെ 2015 ഒരു കെടുവ് തന്ന്. അല്ല, ഇത് ഏത് ഫണ്ടാണ്? ഇത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ടാണ്. എത്ര രൂപയാണ്? അത് ആദ്യത്തേത് പിന്നെ 1.5 ലക്ഷത്തിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് 3 ലക്ഷം ആക്കി. 3 ലക്ഷം ആക്കി കഴിഞ്ഞ പിന്നെ ലൈഫിൽ 4 ലക്ഷം പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ ലൈഫിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ ആനുകൂല്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ ഈ വീടുകൾ വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം സാധന സാമഗ്രികൾ പലതും വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉപകരണങ്ങളെക്കാൾ കൂലി ചെലവ് കൊടുക്കണം. ഒരു ഉപകരണത്തിന് ചിലപ്പോൾ 8,000-6,000 രൂപയാണെങ്കിൽ അതേ കൂലി തന്നെ കൊടുത്താലേ ഉള്ളൂ നമ്മുടെ വീട്ടുമുറ്റത്ത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് വീട്ടിലെത്തിക്കാനായിട്ട് തടസ്സമാണ്. വീട്ടുമുറ്റത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അമിതമായ കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ നമുക്കിപ്പോൾ ഈ ഭവനം പണിത് ഉയർത്താൻ ഏകദേശം ഒരു സാധാരണ രീതിയിൽ നമുക്ക് എത്ര രൂപ ചെലവ് വരും? ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഒരു ഭവനം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ വാസയോഗ്യമായ ഒരു വീട് നമുക്ക് ഈ പണ്ട് കാലങ്ങളിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കൊക്കെ വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏർമാടം എന്ന് വേണം പറയാണ്ട്. വീടെന്നല്ല, ഏർമാടം. ഒരു 2 മുറി, അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും 4 മക്കൾക്കും താമസിക്കാൻ പറ്റുന്ന ഒരു വീടല്ല. അപ്പൊ ആ ഒരു സിസ്റ്റം മാറ്റിക്കൊണ്ട് ഈ ഏർമാടം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വാസയോഗ്യമായ ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും വാർക്കലല്ല. ഇവിടെ ഒന്നും വാർക്കൽ വെക്കാൻ ഒക്കില്ല. ഓട് GA പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്, സ്ക്വയർ പൈപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓടിട്ട് ഉള്ളൊരു പുരയാണ് നമ്മളെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് എനിക്ക് കിട്ടിയില്ല. കാരണം എൻ്റെ അമ്മയുടെ പേരിലാണ് ഈ വീടിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയും വസ്തു അച്ഛൻ്റെ പേരിലായതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാൻ സാധ്യത ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ നിലവിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അവർക്ക് ഇതിൻ്റെ ഷെയർ ഒന്നിന് വെച്ച് 3 പേർക്ക് കൊടുക്കണം. ഇത് മൊത്തം 10 സെന്റ് വസ്തുവാണ്. 10 സെന്റിന്റെ വസ്തുവിൽ അവർക്ക് കൊടുക്കേണ്ട ഓഹരിയുണ്ട്. ആ ഓഹരി അവർക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വാർഡ് മെമ്പർ അങ്ങനെയുള്ള അല്ല, ഇത് അങ്ങനെ കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് വസ്തുവില്ല. ഗവൺമെന്റിന് അതിനകത്ത് നമുക്ക് കുറ്റം പറയാനൊക്കെ ഇല്ല. എൻ്റെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗ്രാന്റ് കിട്ടുകയുള്ളൂ. അപ്പൊ എൻ്റെ അമ്മയുടെ പേരിൽ ഗ്രാന്റ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനൊത്തത്. ആണിക്കെട്ടാണിത്. അടിയിൽ കോൺക്രീറ്റ്, പറയട്ടെ സാർ, അടിയിൽ കോൺക്രീറ്റ്, വീതി ഉള്ള കോൺക്രീറ്റ് ഫില്ലിങ് ചെയ്തിട്ട് അതിന്റെ മീതിൽ ആണിക്കെട്ടാണ് ഈ അടിത്തറ കെട്ടിയിരിക്കുന്നത്. അത്ര ഉറപ്പോടുകൂടിയാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോ നമ്മൾ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റെ സഹോദരങ്ങൾക്ക് അവിടെ ഓഹരി കൊടുക്കുക. ഓഹരി കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മുടെ പേരിൽ ഇത് പ്രമാണം ചെയ്തു തരാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷെ അതിനുള്ള ഫണ്ടോ കാര്യങ്ങളോ എൻ്റെ കൈവശമില്ല. അത് ഇനിയിപ്പോൾ സാമൂഹ്യപരമായ ഒരു ധാർമ്മിക മനോഭാവമുള്ള ഒരു സമൂഹത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. അങ്ങനെ നമുക്ക് ഇപ്പൊ ഈ നല്ലവരായ ഈ നമ്മുടെ കേരളത്തിലുള്ള നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളും കേരളത്തിലുള്ള ഒരുപാട് കമ്പനികളും, കാരണം എനിക്കിപ്പോൾ 49 വയസ്സായി. എനിക്കിനി ഒരു വേല എടുത്തുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കാനോ, ഞാൻ വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ വീടിനകത്ത്, ഈ പറമ്പിനകത്ത് ഒറ്റക്കാണ് കഴിയുന്നത്.
വെള്ളപ്പൊക്കം പാടശേഖരങ്ങളിൽ കൃഷിയെ വെടിഞ്ഞുകൊണ്ട് വാറ്റ് കേന്ദ്രങ്ങളാക്കിയപ്പോഴേക്കും ഓരുവെള്ളം കയറ്റി കെട്ടി നിർത്തുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ ചാല് കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ ചില സർക്കാർ ഏജൻസികളും അതുപോലെ തന്നെ കർഷക സംഘം ലോബികളും ഈ പാടശേഖരത്തെ വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ നശിപ്പിച്ച് കൃഷിഭൂമിയുടെ ഘടന തന്നെ നശിപ്പിച്ചിരിക്കുന്നു. അതിനെല്ലാത്തിനും പ്രധാനമായും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ വില്ലേജ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നല്ല പങ്കുണ്ട് ഈ കാര്യത്തിൽ. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങൾ ഈ പാടശേഖരങ്ങളിൽ ചെയ്യുന്നത്. ആ പാടശേഖരങ്ങളിൽ ഈ തരത്തിൽ ഓരുവെള്ളം കയറ്റി കെട്ടി ഇടുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ വീട് 50 വർഷം 60 വർഷം നിലനിൽക്കേണ്ട വീടുകളാണ് ഈ ഓരുവെള്ളത്തിൻ്റെ ഉപ്പുകാറ്റിൻ്റെ അതിപ്രസരത്താൽ തെള്ളിപ്പൊളിഞ്ഞ് പോയിട്ട് ഈ അടിത്തറ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ പാടശേഖരങ്ങളുടെ അരികിൽ താമസിക്കുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതം വളരെ ദുരാവസ്ഥ നിറഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജനാധിപത്യ സംവിധാനം വരണം. ഇന്നോളം വരെ വന്നിട്ടില്ല. പ്രത്യേകിച്ചും പട്ടികജാതി വിഭാഗങ്ങളുടെ വിഷയങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ഒരു ഗവൺമെൻറ്, തനതായ ഒരു ഗവൺമെൻറ് വന്നിട്ടില്ല. ഗവൺമെൻറ് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആണെന്ന് അറിയാമല്ലോ. ഇന്നോളം വരെ പട്ടികജാതിക്കാരൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശക്തമായ ഒരു ഗവൺമെൻറ് സംവിധാനം ഇവിടെ വരാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ തരത്തിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മറഞ്ഞതും തെള്ളിപ്പൊളിഞ്ഞ വീടുകളും പകുതി കെട്ടാത്ത രീതിയിലും ഓലമേഞ്ഞതും പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചതും വീടുകളിലൊക്കെ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹിക ഉത്തരവാദിത്തം സമൂഹത്തോടും അതിൻ്റെ നീതി നിർവഹണത്തോടും ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തോടും ഒരു ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം കാണുകയുള്ളൂ. അതിപ്പോൾ ഇടതുപക്ഷമൊന്നോ വലതുപക്ഷമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരിൽ ആത്മാർത്ഥത ഉണ്ടാകുന്ന ഒരു ഗവൺമെൻറ് വരണം, ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം കാണുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഇപ്പൊ ഈ കാണുന്ന ചാനൽ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ്, ചേർത്തല താലൂക്കിൽ തുറവൂർ പഞ്ചായത്തിൽ കരേച്ചിറ എന്നുള്ള സ്ഥലം രണ്ടാം പാടാണ്. തുറവൂർ പഞ്ചായത്തിൽ രണ്ടാം പാടിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഈ പിന്നെ കൂട്ടുകാരൻ നമ്മളൊരു സുഹൃത്തു കൂടിയാണ്. പുള്ളി ഒരു പൊതു പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങി നല്ല നല്ല ആശയങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 49 വയസ്സായി. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. സഹോദരങ്ങൾ 2 പെങ്ങാന്മാരാണ്. അവരെ വിവാഹം കഴിച്ച് അയപ്പിച്ചതാണ്. പിന്നെ ഒരു സഹോദരനുള്ളത് മാറി ഭാര്യയുടെ കൂട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ സഹോദരൻ നമുക്കൊന്ന് കൈയച്ച് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിലുള്ള നല്ല ജനങ്ങൾ, നല്ലതായിട്ടുള്ള ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നിങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ നിങ്ങളെ അച്ഛനന്മാരെ കാണുന്നത് നിങ്ങളെ ഒരു മകന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു പെൺകുട്ടികളാണെങ്കിൽ ഒരു ആങ്ങയുടെ സ്ഥാനത്ത്. അപ്പോൾ ഈ സഹോദരൻ നമുക്കൊന്ന് കൈയച്ച് സഹായിച്ചു. ഈ കാണുന്ന ഈ ഭവനം പണി നമുക്ക് തീർക്കാനായിട്ട് ഇതാണ് ഇത് വരുന്നത്. നമുക്ക് തീർക്കാനായിട്ട് കയ്യേക്കൈ നമ്മൾ കയ്യേക്കൈ നമ്മൾ പുറത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഭവനം. അപ്പോൾ ഈ ഭവനം ഒരു ചെറിയ രീതിയിൽ ഒരു സഹായം നമ്മൾ ഈ സഹോദരന് കൊടുക്കണമെങ്കിൽ അവന് എന്തെങ്കിലും രീതിയിൽ, പിന്നെ ഇവിടെ നമുക്ക് ഇത് വീട് എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള മെറ്റീരിയൽസ് ആ അറ്റത്താണ് റോഡ്, അവിടെ നിന്നിട്ട് ട്രോളിയിൽ ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരുപാട് കൂലിച്ചെലവുകളും കാര്യങ്ങളും. അപ്പം നല്ലതായിട്ടുള്ള ഒരുപാട് കമ്പനികളും ഉള്ള ഒരു നാടല്ല നമ്മൾ ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ഈ സുഹൃത്തിനെ ചെയ്ത് ഈ സുഹൃത്തിനെ നമുക്കൊന്ന് കൈപിടിച്ചെന്ന് ഉയർത്തേണ്ട ഒരു ബാധ്യത നമുക്ക് സമൂഹത്തിനോട് ഉത്തരവാദിത്തപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഓരോ കുടുംബങ്ങൾക്കും. അപ്പോൾ എല്ലാവരും മണിമാളികളിൽ ജീവിക്കുമ്പോൾ ഇതുപോലത്തെ പാവപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തി ഇപ്പൊ ഈ സഹോദരന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേര് അർഹത ഉണ്ടായിട്ടും അവരൊന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ, അവർക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരൊന്നും പറയാൻ പോലെയുള്ള അറിവുകളില്ലാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരെയൊക്കെ നമ്മുടെ വാർഡ് മെമ്പർമാർ ഇത് കണ്ടെത്തി അവർക്കൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് സഹായം കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് 2 നില വീടുണ്ട്, എനിക്ക് ബിസിനസ് ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളുണ്ട്. എന്നും മേനി പറഞ്ഞിരിക്കാൻ നമ്മുടെ താഴെത്തട്ടുള്ള ആൾക്കാരെ നമ്മളൊന്ന് കണ്ടെത്തണം. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ഗ്രാമത്തിന് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നത്. ഒരു നല്ല പുതിയ തലമുറയൊക്കെ വളർത്തിയെടുക്കുന്നത് നമ്മൾ ഇതുപോലെ സന്ദേശങ്ങൾ കൊടുത്തിട്ടാണ്. അല്ലാണ്ട് ഈ മദ്യവും മയക്കുമരുന്നുകളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തല്ല നമ്മൾ സമൂഹത്തിന് വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവരും ആ വിദ്യാഭ്യാസം കിട്ടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു സമൂഹം വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സഹോദരനെ നമ്മൾ അവൻ ഇനി ഈ 49 വയസ്സിൽ കൂലി വരെ എടുത്തുകൊണ്ട് ഈ ഭവനം നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റിയതാണ്. അവന് നിവർത്തിയില്ല, അവന് സ്വയമേ നമ്മുടെ കാര്യം പറയും. അപ്പം നമ്മൾ ഈ കൂട്ടായ്മ ഒരുപാട് നമ്മൾ ഇപ്പൊ ഈ ദുരന്തങ്ങൾ നടന്ന ഒരുപാട് സ്ഥലത്ത് ഗവൺമെന്റ് സഹായം ചെയ്തു. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളി പോയി സഹായം ചെയ്തു, ഒരുപാട് സഹായം ചെയ്തു. അപ്പം നമുക്കൊന്ന് കൈയൊക്കെ കിട്ടി ഒരു കൂടൊരുക്കി കൊടുക്കാം ഈ സഹോദരന്.
അപ്പൊ അതിനു വേണ്ടി പിന്നെ ഈ സഹോദരന് അവന്റെ ഭവനം പണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ രീതി ഇപ്പൊ ഏതൊരു പിന്നെ ഭവനവും ആ ഭവനത്തിൽ താമസിക്കുന്നതിന്റെ ഒരു ഐഡിയ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ രീതിക്ക് അവന്റെ ഈ സ്ഥലത്തിന്റെ ഈ പിന്നെ പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിലാണ് അവർ ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൈ കൊടുത്ത് ആ സഹോദരനെ സഹായിക്കാം. ഞാൻ ആ സഹോദരനെ സംസാരിക്കാൻ വേണ്ടി പറയും. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് നിരവധി കമ്പനികളും കോർപ്പറേറ്റുകളും ഒക്കെ ഭരിക്കുന്ന ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ കയ്യിൽ അവരുടെ ദാരിദ്ര്യം മാറാൻ സാമ്പത്തികം എത്തുന്നില്ലെന്നാണ് വാസ്തവം. അവന്റെ ഭവനം അത് ഏത് ജാതി ആയിക്കോട്ടെ, ജാതിയല്ലല്ലോ വേണ്ടത് നമുക്കിവിടെ വേണ്ടത്, മനുഷ്യധർമ്മമല്ലേ വേണ്ടത്. അപ്പം മാനുഷിക ധർമ്മം, നിയമ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാനുഷിക ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വീടില്ല, എൻ്റെ ഒരു വിവാഹ ജീവിതം നടന്നില്ല. അപ്പം ആ തരത്തിൽ ഈ ഗവൺമെൻറ്റിന് ഫണ്ടുകൾ നമ്മുടെ പിന്നെ കോർപ്പറേറ്റുകളും അതേപോലെയൊക്കെ വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ ഫാക്ടറികളൊക്കെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഫണ്ട് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെടുന്നില്ല സർ. അതാണ് വാസ്തവം. ആ ഫണ്ട് അവർ കള്ളക്കണക്ക് എഴുതി അടിച്ചു മാറ്റി ഇവിടുത്തെ ഭരണകർത്താക്കളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇതുപോലുള്ള വീടുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല ഒരു ഇര, ഇതുപോലെ പല ഇരകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് മാറണമെങ്കിൽ ഇതുപോലുള്ള കമ്പനികളിൽ ആ കമ്പനികളിലേക്ക് ചെന്നിട്ട് നമ്മുടെ അപേക്ഷകൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ വന്ന് അന്വേഷിച്ച് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഒരു ഭവനം പൂർത്തീകരിക്കാനുള്ള സംവിധാന മുറകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാം. അപ്പൊ ഇത് കാണുന്ന പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടാകാം ഈ ചാനൽ കാണുന്ന. ഇപ്പൊ നമ്മൾ MP ഉണ്ട്, MLA ഉണ്ട്, നമ്മളെ മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട്. ഈ മെമ്പർമാരൊക്കെ ഒന്ന് ഇത് കാണണം. നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഭവനം ഇരിക്കും. എനിക്ക് ആ ഭവനത്തിൽ ഞാൻ താമസിക്കും. അപ്പൊ ഇവന്റെ ഒരു പിന്നെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ജോലി കൊടുക്കണ്ട, അവന് ഭക്ഷണം കഴിക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കണ്ട. അപ്പൊ അവന് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് അവൻ ആഗ്രഹിക്കുമ്പോൾ അത് ഇവിടെ ജനപ്രതിനിധികൾ തന്നെ കണ്ടിട്ട് ഈ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പാടില്ല. ഇത് നമ്മള് അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ കോളിൽ സംസാരിക്കാൻ പാടില്ല. അല്ല, അതെ. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് മത്സരിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ തുറന്ന് അഭിപ്രായങ്ങൾ പറയും. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ മണ്ണിന് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ഭൂമിക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജലത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ മണ്ണിന് വേണ്ടി, ഇവിടുത്തെ വായുവിന് വേണ്ടി, ഇവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി സംസാരിക്കാൻ ആളില്ല സർ. ഞാൻ സംസാരിക്കും. അതുകൊണ്ട് പല വ്യക്തികൾക്കും എന്നോട് ചില വൈരാഗ്യപരമായ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവനെ ഒറ്റപ്പെടുത്തുക, അങ്ങനെയുള്ളവൻ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ പല മെമ്പർമാര് മത്സരിച്ചു പോകുന്നുണ്ട് നമ്മുടെ ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ സമൂഹത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമൂഹത്തെ ഭരിക്കാൻ വരുന്ന ഓരോ വ്യക്തികളും അവര് താഴേക്കടയിലുള്ള അവശത അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അഥവാ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി മത്സരിച്ചു വന്നിട്ടുള്ള ആ ഗ്രൂപ്പ് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ തുറന്ന് സംസാരിക്കുന്നവനെയൊക്കെ അടച്ചു കെട്ടുക, അല്ലെങ്കിൽ അവനെയൊക്കെ മൂടിക്കെട്ടുക ഒരു കപട രീതിയും ഈ കപട സംവിധാന മുറകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് ജനങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാളൊരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾക്ക് ഒരുപാട് പാർട്ടിപരമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് ശത്രുതകളുണ്ട് അയാൾ സുഹൃത്ത് പറയുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ കൈകോർത്ത് നമുക്ക് ഒന്നായി കൈകോർത്ത് അവന് ഒരു ഭവനമല്ലേ അവൻ ആഗ്രഹിക്കുന്നില്ല, ആ ഭവനത്തിന് അടുക്കള കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ബാക്കിയുള്ള രീതിയിൽ എന്തെങ്കിലും കൂടി ചെയ്ത് നമുക്കൊരു സഹായം ചെയ്ത് ആ സുഹൃത്തിന് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർക്കുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പൊ എത്രയും വേഗം നമുക്ക് അടുത്തൊരു മഴക്കാലത്തിന് മുമ്പ് തന്നെ അവനൊരു അടച്ചുറപ്പുള്ളൊരു വീട്, അവന് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണ്ട, അവന് നമ്മൾ പിന്നെ ജോലി കൊടുക്കാൻ അവർ പറയുന്നില്ല, അവനൊരു അടച്ചുറപ്പുള്ള വീട്
ഈ സമൂഹത്തിൽ ജീവിക്കുന്ന 49 വയസ്സ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു നല്ലൊരു ടൈമേ ആയിട്ടുള്ളൂ. ഒരു നല്ലൊരു വീടുണ്ടെങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അനിയനും നിങ്ങളുടെ മകനും നിങ്ങളുടെ ആങ്ങളെയൊക്കെ ആയിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം അവന് ചെയ്യണം. നമുക്ക് ഈ മഴക്കാലത്തിന് മുമ്പ് അവന് എങ്ങനെ ശരിയായി കൊടുക്കാനുള്ള ഒരു അഭ്യർത്ഥന എൻ്റെ വാർത്തകൾ.